Okay, students, so we are starting the second module in life skill education, that is the communication. നമ്മൾ അക്വയർ ചെയ്യുന്ന ഒരുപാട് സ്കില്ലുകളിൽ ഒരു സ്കില്ലാണ് എന്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് തന്നെയാണ് എന്ത് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം, ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ നമ്മൾ ആ കുട്ടിയുടെ ഹിയറിംഗ് പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഫിസിക്കലി ഒരു പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു എന്തിന്, ആ കുട്ടി പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ നോക്കാൻ. നമുക്കറിയാം, ഏകദേശം ഒരു 2.5 years ആവുന്ന സമയത്ത് ആ കുട്ടി എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്കെല്ലാം ഒരു ടെൻഷനുള്ള ഒരു കാര്യം തന്നെ, അവിടെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ. അപ്പോൾ അത് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ആക്ഷനിൽ തുടങ്ങുന്നു, നമ്മൾ ഗസ്റ്റേഴ്സിൽ തുടങ്ങുന്നു. അതായത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് നമ്മൾ മെച്ചുവേർഡ് ആവുന്നതിനനുസരിച്ച് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനായിട്ട് മാറേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഇഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷനായിട്ട് മാറേണ്ടതുണ്ട്. So that is the importance of the skill, that is the communication. നമ്മുടെ ലൈഫിൽ അറൗണ്ട് ഒരു 70% ഓഫ് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടി, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ 70% ഓഫ് ദാറ്റ് ഡെയിലി ലൈഫിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ ഞാൻ വീട്ടിലായിരിക്കാം, അതല്ലെങ്കിൽ പുറത്ത് പിയേഴ്സിൻ്റെ അടുത്തായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കില്ലാണ് എന്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്, എന്താണ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളെല്ലാമാണ്, എന്ന ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ മൊഡ്യൂൾ 2, കമ്മ്യൂണിക്കേഷൻ. The word communication is originated from the Latin word communis, which means a common. അത് പലർക്കും അറിയാവുന്നതായിരിക്കാം. ഇറ്റ് ഈസ് എ വേർഡ് ഒറിജിനേറ്റഡ് ഫ്രം ദ കമ്മ്യൂണിസ്, ദാറ്റ് മീൻസ് ദ കോമൺ. ഇനി എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ആക്ച്വലി ദ ട്രാൻസ്ഫറിങ് ഓഫ് ഇൻഫോർമേഷൻസ് ഫ്രം വൺ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ടു അനദർ. ഇങ്ങനെ ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ത്, ഇൻഫോർമേഷൻസ്. അതിനെയാണ് ഞാൻ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ. ഇനി ഒരു സൊസൈറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, നമ്മൾ ആ സൊസൈറ്റിയുമായിട്ട് പ്രോപ്പറായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ്. ഇനി ആ സൊസൈറ്റിയിൽ ഇൻട്രാക്ഷൻ ഇല്ലെങ്കിൽ ആ സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇൻ സൊസൈറ്റി വി ഓൾ ഇൻട്രാക്ട് വിത്ത് മെസ്സേജസ് ഓർ ഐഡിയാസ് ഓർ ഇൻഫോർമേഷൻസ്. Without those interactions, a society cannot survive. That means a social interaction through messages. Messages, that means ideas, that is the informations. Through this transferring of this information, only a society can survive. ഇനി നമ്മൾ ഇതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഇൻട്രൊഡക്ഷനിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് വി ക്യാൻ സി വി സ്പെൻഡ് മോസ്റ്റ് ഓഫ് അവർ ലൈഫ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഓക്കെ, ആൻഡ് 70% ഓഫ് അവർ ഡെയിലി ലൈഫ് ഇസ് കമ്മ്യൂണിക്കേഷൻ ഇൻ വൺ ഫോം ഓർ അനദർ ഫോം. പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അത് വെർബൽ ആയിരിക്കാം, നോൺ വെർബൽ ആയിരിക്കാം, എന്നുള്ള പല രീതിയിലുണ്ട്. എനിവേ, ഈ എല്ലാ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് നമ്മളുടെ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പ്രോപ്പറായ രീതിയിൽ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷന് നമ്മൾ ഒരുപാട് ഡെഫിനിഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. എന്താണ്, ഫസ്റ്റിലൊന്ന് പറഞ്ഞിരിക്കാൻ, ഡിഫൈൻഡ് ആസ് എ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ഐഡിയാസ്. ഒരു കമ്മ്യൂണിക്കേഷനിൽ രണ്ടാളുകൾ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന സമയത്ത് അവിടെ അവരുടെ മൈൻഡ്സ് നമ്മൾ മീറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ ഓർഡർ ടു ട്രാൻസ്ഫർ ദ ഐഡിയാസ്. ദി ആർ ട്രാൻസ്ഫറിങ് ദ ഐഡിയാസ് ഫ്രം വൺ മൈൻഡ് ടു അനദർ. ഞാൻ എൻ്റെ മൈൻഡിലുള്ള ഒരു ഐഡിയ ഞാൻ നിങ്ങളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ എനിക്കൊരു വഴിയുള്ളൂ. ഐ വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്. ആ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്ന സമയത്താണ് എൻ്റെ മൈൻഡിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലോട്ട് അതേ ഒരു വേവ് ലെങ്ത്തിൽ എത്തുകയുള്ളൂ. ദാറ്റ് ഈസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. Okay, anyway, it is defined as a meeting of minds for transfer of ideas. It is a process of putting minds into contact with one another so as to obtain understanding, clarity and exchange of information. ഇനി ഞാൻ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോരാ, ഇത് എങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, എങ്ങനെയുള്ള മെസ്സേജസ് ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം ഞാൻ ഇൻട്രാക്ഷൻ ചെയ്യേണ്ടത്, അത് മറ്റൊരാൾക്ക് പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡഡ് ആയിരിക്കണം. ദെൻ അത് ക്ലാരിറ്റി ആയിരിക്കണം. ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ, ഒരു ഇൻഫോർമേഷൻ എന്ത് ചെയ്യണം, പാസ് ചെയ്യാൻ വേണം.
ഓക്കെ, എനിവേ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കമ്മ്യൂണിക്കേഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ കുറച്ച് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഫേവർ എന്ന് തോന്നുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം, യു ജസ്റ്റ് ഫോളോ ദാറ്റ്. ഓക്കെ, ഇവിടെ ഒരുപാട് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഒന്ന് പറയാം. Liggins defined the communication as a process by which two or more people exchange ideas, facts, feelings or impression in such a ways that each gains a common understanding of the meaning and use of messages. According to Liggins, communication എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ അതിലധികമോ പേര് എന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്നു. എന്താണ് അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? എക്സ്ചേഞ്ചിങ് ദർ ഐഡിയാസ്, ദർ ഫാക്ട്സ്, ദ ഫീലിങ്സ്. നമ്മുടെ ഫീലിങ്സും നമുക്കൊരാളിൽ നിന്ന് മറ്റൊരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഫീലിങ്സ് ഓർ ഇംപ്രഷൻസ്. ഇനി എങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഒരാൾക്ക് മാത്രമല്ല, ഇൻ സച്ച് എ വേസ് ദാറ്റ് ഈച്ച് ഗെയിൻസ് എ കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മീനിങ് ആൻഡ് യൂസ് ഓഫ് മെസ്സേജസ്. ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് എന്നുള്ളത് ബാക്കിയുള്ള എല്ലാവർക്കും ഒരേ രീതിയിൽ എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. അതല്ലെങ്കിൽ ഒരാൾക്ക് ഒരു രീതിയിലും മറ്റൊരാൾക്ക് മറ്റൊരു രീതിയിലും അല്ല. ഇപ്പോൾ ഈവൻ ഒരു ടീച്ചേഴ്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മളൊരു കൺസെപ്റ്റ് പറയുന്ന സമയത്ത് ആ പറഞ്ഞ ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെ മനസ്സിലും ഒരേ രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് ആ ഒരു ടീച്ചർ സ്റ്റുഡൻസിൻ്റെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ അവിടെ എന്ത് നടന്നിട്ടില്ല, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. വിച്ച് ടു ഓർ മോർ പീപ്പിൾ എക്സ്ചേഞ്ച് ഐഡിയാസ്, ഫാക്ട്സ്, ഫീലിങ്സ് ഓർ ഇംപ്രഷൻ in such a ways that that means each gains a common understanding of the meaning and use of messages. That is according to Liggins. The next is Rogers, that in 1983. ഇതൊന്നും കൂടെ നമ്മൾ അടുത്തൊരു ഡെഫിനിഷനിലോട്ട് തന്നെ വന്നു. Communication is the process by which the message is transmitted from the source to the receiver. ഇതിനകത്ത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സോഴ്സ്, ആ ഒരു സോഴ്സിൽ നിന്ന് ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു റിസീവറിലോട്ട്. അപ്പോൾ സോഴ്സിൻ്റെ മനസ്സിലുള്ള ഐഡിയ, അത് സോഴ്സ് എന്ത് വേണേലും ആകാം. ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആകാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എക്യുപ്മെൻ്റ് ആയിരിക്കാം. ഇനി എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഈ ഒരു സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന മെസ്സേജ്, ഐഡിയാസ്, ഇൻഫോർമേഷൻസ് ഇതെല്ലാം ട്രാൻസ്മിറ്റ് ചെയ്ത് അത് എവിടെ എത്തണം? ഒരു റിസീവറിലോട്ട്. ആ സോഴ്സ് ഉദ്ദേശിച്ചിട്ടുള്ള മെസ്സേജ് ആ റിസീവർ എന്ത് ചെയ്യണം? ഡീകോഡ് ചെയ്ത് എടുക്കണം. സോ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് communication is the process by which the message is transmitted from source to receiver. It is a transmission from source to the receiver. Next definition is by Drucker in 1949. Communication is anything that conveys meaning, that carries a message from one person to another. നേരത്തെ പറഞ്ഞത് തന്നെയാണ് എന്താ ചെയ്യുന്നത്, ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൺവേസ് എ മീനിങ്. ഒരാൾ മറ്റൊരാളോട് പലതും പറയുന്നുണ്ട്, പക്ഷേ ആ പറയുന്നതിൽ എന്ത് ചെയ്യണം? ഒരു മീനിങ് കൺവേ ചെയ്യണം. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട്. അത് തന്നെയാണ് എന്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ അതേ കാര്യം എന്ത് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലോട്ട് ക്യാരി ചെയ്യുന്ന മെസ്സേജ്, ആ മെസ്സേജ് എങ്ങനെയുള്ളതായിരിക്കണം? ആ മെസ്സേജ് കൺവേ ചെയ്യണം, ഒരു മീനിങ് കൺവേ ചെയ്യണം. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ഇസ് എനിത്തിങ് that conveys meaning, that carries a message from one person to another. The next definition, നാലാമത്തെ, that means by Thayer in 1968. Communication is a mutual interaction of ideas by any effective means. ഇതൊന്നും കൂടെ വൈഡ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഏത് മീൻസ് ആയിക്കോട്ടെ, അത് ആര് തമ്മിലായിക്കോട്ടെ, എന്ത് തമ്മിലായിക്കോട്ടെ, എന്താണ് അവിടെ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, എന്താണ്? ഇറ്റ് ഈസ് എ മ്യൂച്വൽ ഇൻ്റർചേഞ്ച് ഓഫ് ഐഡിയാസ്. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊരാളിലേക്ക് എത്തി, അവരുദ്ദേശിച്ച കാര്യം എനിക്കും എത്തി. അങ്ങനെയാണെങ്കിൽ ബൈ എൻ എഫക്റ്റീവ് മീൻസ്, ഏത് ഇഫക്റ്റീവ് വേസിൽ ഏത് വേണമെങ്കിലും ആകാം, ദാറ്റ് ഈസ് കോൾഡ് ദ കമ്മ്യൂണിക്കേഷൻ. അപ്പം നമ്മൾ 4 ഡെഫിനിഷൻസ് ആണ് എന്തിന് പറഞ്ഞിട്ടുള്ളത്? കമ്മ്യൂണിക്കേഷന് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒന്നും കൂടെ അതിനകത്ത് പോകാം. ദാറ്റ് മീൻസ് ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഫാക്ട്സ് ഓർ ഇംപ്രഷൻസ്
in such a way that to the common understanding for the meaning and usage. Next, by the rockers, and that means consisting of a source and a receiver. And the third one is by the Bruca, that means it conveys a meaning from one person to another. And the fourth one is there in 1968. That means ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് interchange of ideas by any effective means. Okay.